നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധനായ പിടികിട്ടാപ്പുള്ളി ഫിലിം റെപ്രസെന്റേറ്റീവ് NJ ചാക്കോയെ കാറിലിട്ട് കത്തിച്ച സുകുമാരക്കുറുപ്പ് എന്ന കൊലയാളി മുങ്ങിയിട്ട് 40 വർഷങ്ങൾ തികഞ്ഞു. ജീവനോടെ ഉണ്ടെങ്കിൽ ഇന്ന് അയാൾക്ക് 80 വയസ്സുണ്ടാകും. ജീവനോടെ ഉണ്ടോ? ആർക്കും അറിയാത്തൊരു സത്യം. പക്ഷേ പുന്നമടയ്ക്ക് സമീപം കരളകം ആലപ്പാട്ട് കണ്ടത്തിൽ വീട്ടിൽ ഒരു അമ്മയും മകനും ഉറച്ചു വിശ്വസിക്കുന്നു, കുറുപ്പ് ജീവനോടെയുണ്ട്. അയാളെ നിയമം കണ്ടെത്തണമെന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ചാക്കോയുടെ ഭാര്യ ശാന്തമ്മയും മകൻ ജിതിനും. കുറുപ്പിന് മാപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ആ കൊലപാതകത്തിൽ പങ്കാളികളായ ആരോടും ക്ഷമിക്കാനും പറ്റില്ല. കാരണം ഇല്ലാതായത് എൻ്റെ ജീവനാണ്, ജീവിതമാണ്, ശാന്തമ്മ വേദനയോടെ പറഞ്ഞു. കേസിലെ 2ാം പ്രതിയായ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സഹോദരി ഭർത്താവ് ഭാസ്കരപിള്ളയെ 5 വർഷം മുൻപ് കണ്ടിരുന്നു. ചെങ്ങന്നൂരിൽ പള്ളിയിൽ പോയപ്പോൾ അവിടെ ധ്യാനത്തിലെത്തിയതാണ്. മാനസാന്തരം സംഭവിച്ചെന്നും മാപ്പ് നൽകണമെന്നും ഭാസ്കരപിള്ള അപേക്ഷിച്ചു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിൽ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് അന്ന് ശാന്തമ്മ പറഞ്ഞിരുന്നു. അത് വലിയ വാർത്തയായി മാറിയതുമാണ്. പക്ഷേ മറക്കുവാനോ പൊറുക്കുവാനോ ഇന്ന് വരെ ശാന്തമ്മയ്ക്ക് പറ്റിയിട്ടില്ല. ഭർത്താവ് മരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതം അവിടെ വെച്ച് അവസാനിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ആളെയായിരുന്നു അവർ കൊലപ്പെടുത്തിയത്. കുറുപ്പ് മരിച്ചിട്ടുണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ വിദേശത്തെവിടെയോ വേഷം മാറി ജീവിക്കുന്നുണ്ടാകുമെന്നാണ് ഇന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. കേസിന്റെ കാര്യം ചോദിച്ച് എത്രയോ പേർ വീട്ടിൽ കയറി ഇറങ്ങി എന്നും അവർ വേദനയോട് പറഞ്ഞു. പ്രയോജനമൊന്നുമില്ലാത്ത പല ചോദ്യങ്ങൾക്ക് പല മറുപടികൾ. ചാക്കോ കൊലക്കേസ് പ്രമേയമാക്കി സിനിമകൾ വരെ ഇറങ്ങി. കുറുപ്പിനപ്പോഴും താരപരിവേഷം മാത്രം കൊടുത്തു. ചാക്കോയുടെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ആർക്കും അറിയേണ്ട. വിതുമ്പുന്ന അമ്മയെ ചേർത്ത് ജിതിൻ ചാക്കോ വേദനയോടെ പറഞ്ഞു. അച്ഛനെ കാണുവാൻ ഭാഗ്യമില്ലാതെ പോയ മകന്റെ പ്രായമാണ് കേസിനും, 40 വയസ്സ്. 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി 1984 ജനുവരി 22-ന് ചെറിയനാട് പുത്തൻ വീട്ടിൽ സുകുമാരക്കുറുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകം. ബന്ധുവായ ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, തന്റെ സുഹൃത്തായ ചാവക്കാട് സ്വദേശി ഷാഹു എന്നിവരുമായി ചേർന്നാണ് കുറുപ്പ് കൃത്യം നടത്തിയത്. ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ തന്റെ കാറിനുള്ളിലിട്ട് തീവെച്ച് കൊലപ്പെടുത്തി. കുറുപ്പിന്റെ ഏകദേശ രൂപമായിരുന്നു ചാക്കോയ്ക്കും. താനാണ് കൊല്ലപ്പെട്ടതെന്ന് വരുത്തി തീർത്ത ഇൻഷുറൻസ് തുക തട്ടുകയായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. കേസിലെ ബാക്കി പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തു. കുറുപ്പിനെ മാത്രം ഇന്നും കിട്ടിയിട്ടില്ല. അന്വേഷണം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് ഇപ്പോഴും. എങ്കിലും പ്രായം കൂടുന്നതനുസരിച്ചുള്ള കുറുപ്പിന്റെ സാങ്കല്പിക ചിത്രം പോലീസ് മാറ്റി വരച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്റർപോളിനും കൈമാറി, ഫലമുണ്ടായില്ല. 1984 ജനുവരി 21-ന് മാവേലിക്കരക്കടുത്ത് കുന്നത്ത് കുറുപ്പിന്റെ കറുത്ത അംബാസിഡർ കാറിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തുന്നു. കുറുപ്പ് അപകടത്തിൽ മരിച്ചെന്ന് ആദ്യം കരുതി. എന്നാൽ മരിച്ചത് ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കുറുപ്പ് കാണാമറയത്തായിരുന്നു. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറവും അയാൾ പോലീസിന് അപ്രാപ്യൻ തന്നെ. വിദേശത്തു നിന്നുമുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി കുറുപ്പ് തയ്യാറാക്കിയ മരണ നാടകമാണ് പൊളിഞ്ഞതും. കരുവാറ്റയിലെ തിയേറ്ററിൽ നിന്നും രാത്രി മടങ്ങുമ്പോൾ കുറുപ്പിന്റെ KLQ 7831 നമ്പറുള്ള കാറിൽ ചാക്കോയ്ക്ക് കിട്ടിയ ലിഫ്റ്റ് മരണത്തിലേക്കായിരുന്നു. ഭാര്യ സഹോദരി ഭർത്താവ് ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, ഗൾഫിലെ സഹപ്രവർത്തകൻ ചാവക്കാട് സ്വദേശി ഷാഹു എന്നിവരെ ചേർത്തായിരുന്നു കുറുപ്പിന്റെ ആ ക്രൂരകൃത്യം. വിദേശത്തു നിന്നുമുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് ആലപ്പുഴ വണ്ടാനത്തെ ബംഗ്ലാവിന്റെ പണി പൂർത്തിയാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. കുറുപ്പായി മരിക്കാൻ പറ്റിയ ആളെ സംഘം പലയിടത്തും തിരഞ്ഞു. മൃതദേഹത്തിനായും ശ്രമിച്ചു. ഒന്നും ശരിയായില്ല. ആ വലയിലേക്കാണ് ചാക്കോ അറിയാതെ ചെന്ന് കയറിയതും. ആലപ്പുഴ കരുവാറ്റയിലെ ഹോട്ടലിലാണ് കുറുപ്പും കൂട്ടാളികളും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. 2 കാറുകളിലായി സംഘം ഓച്ചിറ വരെ പോയി. പറ്റിയാളെ കിട്ടാതെ മടങ്ങുമ്പോഴാണ് കരുവാറ്റ ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന ചാക്കോയെ കണ്ടത്. ലിഫ്റ്റ് കൊടുത്ത ശേഷം യാത്രക്കിടയിൽ നിർബന്ധിച്ച് ചാക്കോയെ മദ്യം കുടിപ്പിച്ചു. പിന്നീട് കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തി. നേരെ കുറുപ്പിന്റെ ഭാര്യ വീട്ടിലേക്ക് എത്തി മൃതദേഹത്തിൽ കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു.
കുന്നം ഭാഗത്തേക്കെത്തി ജഡം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയ ശേഷം വയലിലേക്ക് തള്ളിയിറക്കി. പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇതിനിടയിൽ പ്രതികളിൽ ചിലർക്ക് പൊള്ളലേറ്റു. കത്തിയ മൃതദേഹത്തിൽ പെട്രോൾ പോലെ എന്തോ ഒഴുകി തീപിടിച്ചിരുന്നു. ഓടുന്ന കാറിന് തീപിടിച്ചതാണെങ്കിൽ ഇതങ്ങനെ സംഭവിക്കില്ല. മരിച്ച ആളുടെ ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും കരിയുടെ അംശം ഉണ്ടായിരുന്നതുമില്ല. കാർ ഓടിക്കുമ്പോൾ തീപിടിച്ചതല്ല എന്ന് വ്യക്തം തന്നെ. വിദേശത്ത് ശത്രുക്കളുള്ള കുറുപ്പിനെ അവർ കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചു കൊന്നെന്ന് പോലീസിൽ പരാതിപ്പെട്ടത് ഭാസ്കർ പിള്ളയാണ്. ഡിവൈഎസ്പി സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ പിള്ള മുഴുക്കൈ ഷർട്ടിട്ടായിരുന്നു എത്തിയിരുന്നത്. കൈയുടെ ബട്ടൺ മാറ്റി തെറുത്ത് വയ്ക്കാൻ നിർദ്ദേശിച്ചു. 2 കൈയിലും പൊള്ളലേറ്റത് അതോടെ വെളിപ്പെട്ടു. നാടകം പൊളിഞ്ഞു വീണു. സ്വത്ത് തട്ടിയെടുക്കാൻ താനാണ് കുറുപ്പിനെ കൊന്നതെന്നായിരുന്നു പിള്ള പറഞ്ഞത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ എല്ലാം ഏറ്റു പറഞ്ഞു. ആ സമയത്ത് കുറുപ്പ് ആലുവയിലെ ലോഡ്ജിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. പിള്ള കുടുങ്ങിയതറിഞ്ഞ കുറുപ്പ് മുങ്ങി. ഇന്ന് 40 കൊല്ലത്തിനിപ്പുറവും വെളിപ്പെടാത്ത ഒരു മുങ്ങൽ.